ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എന്താണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതെ ഇന്ന് പാത്രം കൊണ്ടൊക്കെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതെന്താ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവൂലേ, നമ്മുടെ പുതിയൊക്കെ പാത്രങ്ങൾ വാങ്ങിക്കുമ്പോഴത്തേനും അതിൽ സ്റ്റിക്കർ ഉണ്ടാവൂലേ. അപ്പോൾ അവരുടെ കമ്പനിയുടെ വിലയൊക്കെ എഴുതിയ കുറേ സ്റ്റിക്കറുകളുണ്ടാവും കേട്ടോ. ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ കുറേ സ്റ്റിക്കർ ഉണ്ടാവൂലേ. അപ്പോൾ ആ സ്റ്റിക്കറൊക്കെ റിമൂവ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ ഈ സ്റ്റിക്കർ കളയാൻ പോവാണ് കേട്ടോ. എല്ലാവരും മാന്തി ഇങ്ങനെയൊക്കെ എടുത്ത് കളയില്ലേ. പക്ഷെ അതല്ലാതെ നമുക്ക് ഒരു ഐഡിയ ഉണ്ട് കേട്ടോ. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, പക്ഷെ എന്നാലും ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മുടെ സ്റ്റിക്കർ എങ്ങനെ റിമൂവ് ചെയ്യുന്നതെന്ന് നോക്കട്ടെ. ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഈ സ്റ്റിക്കർ കളയാനായിട്ട്. മാന്തി നോക്കിയിട്ടുണ്ട്, ചുരണ്ടി നോക്കിയിട്ടുണ്ട്, നമ്മൾ സ്ക്രബ് കൊണ്ടൊക്കെ ചുരണ്ടി നോക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പല പല വഴികൾ കേട്ടോ. അപ്പോൾ ഇതെനിക്കറിയാൻ പറ്റിയപ്പോൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതാണ്. എന്താ പറയുക, ഇതിൽ നന്നായിട്ട് സ്റ്റിക്കർ റിമൂവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും, എന്നാലും എൻ്റെ കുഞ്ഞു അറിവാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ സ്റ്റിക്കർ നമ്മുടെ ഗ്യാസിലേക്കാണ് വെച്ചിരിക്കുന്നത്. ഗ്യാസിനൊക്കെ ഭയങ്കര വിലയാണ് ഗായ്സ്. എന്നാലും ഒരു എന്താ പറയുക, വീഡിയോ എടുക്കാനുള്ള ത്വര മൂത്തപ്പോൾ ഞാനങ്ങ് എടുത്തതാണ് കേട്ടോ. ഇത് കണ്ടോ ഈ കാലത്തിലൊക്കെ ഇരിക്കുന്നത് സ്റ്റിക്കർ, പണ്ടത്തെ സ്റ്റിക്കറൊക്കെ ഇരിക്കുന്നുണ്ടോ, എത്ര വർഷമായ കലാമെന്നറിയാം, എന്നാലും അത് അവിടെ തന്നെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊന്നും ഇല്ലാതെ ഇത്ര നല്ല സിമ്പിളായിട്ട് കളയാൻ പറ്റിയ ഒരു വഴിയാണിത്. അപ്പോൾ അതേ നമ്മൾ കുട്ടികളുടെ പാത്രം, പുതിയ പാത്രം നമ്മൾ സ്റ്റിക്കറുള്ള വശം ഗ്യാസിലേക്ക് കമത്തി വെച്ചിട്ട് നമ്മൾ ചൂടുണ്ടായിരിക്കും, എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യണം. എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈയൊക്കെ പൊള്ളി എന്നൊന്നും പറഞ്ഞേക്കരുത് കേട്ടോ. അപ്പോൾ അതേ ഞാനൊരു ഇങ്ങനെ പിടിക്കുന്ന സാധനം കൊണ്ടൊക്കെ എടുത്തിട്ട് സ്റ്റിക്കർ കളയാൻ നോക്കുകയാണ്. അപ്പം ചൂടായിട്ടില്ലെങ്കിൽ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ അനായാസം ഇങ്ങനെ പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതേ പാത്രമൊക്കെ താഴെ പോകുന്നു ഗൈസ്, നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ചുരണ്ടി എടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിൽ ചിലതിൻ്റെ അകത്ത് ഇച്ചിരി പശ ഉണ്ടാവും കേട്ടോ. ആ പശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് അതൊന്ന് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് മാഞ്ഞു പോയിക്കോളും. നല്ലൊരു തുണി എടുത്തിട്ട് തൂത്ത് കളയുക. അത് കഴിഞ്ഞിട്ട് സോപ്പിട്ട് കഴുകുമ്പോഴത്തേനും നല്ല അടിപൊളി വെട്ടിത്തിളങ്ങുന്ന പാത്രമായിരിക്കും. അതിൻ്റെ അകത്ത് ഒരു പോറലോ പാടോ ഒന്നും കിട്ടാതെ നല്ല സുന്ദരി പാത്രമായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ അങ്ങനെ അമ്മയുടെ അമ്പാടിയുടെയും പാത്രവും പിന്നെ ഇവിടെ ഇരുന്ന കുപ്പിയും പാട്ടും എല്ലാം ഞാൻ അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കുപ്പിയും പാട്ടാന്ന് ഞാനൊരു ത്വരയിൽ പറഞ്ഞതാണ് കേട്ടോ, അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റീൽ പാത്രത്തിലേക്ക് സ്റ്റിക്കർ റിമൂവ് ചെയ്യാൻ ഏറ്റവും അടിപൊളി വഴിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്ന് ഞാൻ പറയുന്നില്ല, അതിനുവേണ്ടി പാത്രം മേടിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പാത്രം വീട്ടിൽ ഇരിപ്പുണ്ടെങ്കിലും ഇനി വാങ്ങിക്കുമ്പോഴും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ പാത്രങ്ങളെല്ലാം ഞാൻ അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ടാറ്റാ ബൈ, സീ യു.